രണ്ടാണും 3 പെണ്ണും. അതിലൊരു അനിയത്തിയാണ് അവിടെ മരിച്ചടക്കിനുണ്ടായിരുന്നത്. ആ മകൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ വീഡിയോയിലൊക്കെ കാണാം. വേറൊരാൾ ഇവിടുന്ന് പോയിട്ടില്ല. അപ്പനോ അമ്മയോ ഒന്നും ആ ചടങ്ങിൽ, ആ പള്ളിയിൽ പോകാമായിരുന്നു അവർക്ക്. അപ്പോൾ കൂടെ പോയിട്ടില്ല. അത് പുള്ളിയുടെ ഒരു കർക്കശ നിലപാട്, അല്ലാതെ നമുക്കൊന്നും അതിന് ഇവിടെ ആർക്കും അത് ഉന്നയിക്കാൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ വല്യപ്പച്ചന്മാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്കും ഉണ്ടായിരുന്നു ഒരു വല്യപ്പച്ചനും വല്യമ്മയും. അവരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ്. പക്ഷെങ്കിൽ അവർക്ക് കർക്കശമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ അവർ വഴക്ക് പറയും, അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്താൽ അവർ ശിക്ഷിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കൊച്ചുമക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ കാര്യമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടെ വല്യപ്പച്ചന്മാരെ കുറിച്ചും വല്യമ്മമാരെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ഷൈനിയുടെ വിഷയം തന്നെയാണ്. ഷൈനിയെ സ്വന്തം വീട്ടിൽ നിന്നും കല്യാണം കഴിച്ച് തൊടുപുഴയിലേക്ക് വിടുന്നു. നോബി എന്ന് പറയുന്ന ഒരുത്തനാണ് കല്യാണം കഴിച്ചത്. അവർക്ക് 3 മക്കൾ ഉണ്ടാകുന്നു. 15 വർഷം അവൻ്റെ കൂടെ താമസിച്ചു. അത് കഴിഞ്ഞ് അവൻ്റെ കൂടെ ഒട്ടും താമസിക്കാൻ പറ്റാതെ, അവൻ്റെ പീഡനങ്ങൾ സഹിക്കാനാകാതെ ഈ പറയുന്ന ഷൈനി സ്വന്തം വീട്ടിലേക്ക് വരുന്നു. സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് 9 മാസമായി. എന്തുകൊണ്ടാണ് ഷൈനി സ്വന്തം ജീവിതം ഇത്ര പെട്ടെന്ന് അവസാനിപ്പിച്ചത്? സ്വന്തം ജീവിതം മാത്രമല്ല, പിഞ്ചു കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ്? ഇതിനെന്താണ് കാരണം? ഈ ഒരു ചോദ്യത്തിനാണ് ഇപ്പോഴും ഉത്തരം കിട്ടാതെ ഇരിക്കുന്നത്. ഇതിന് ഉത്തരവാദി എന്ന് കാണുന്ന നോബിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുകയാണ്. നോബി ഈ പറയുന്ന ഷൈനിയെ ഫോൺ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചെന്നും, നീ പോയി ചാവ്, നിന്റെ പിള്ളേരെ കൊണ്ട് ചാവ്, ഞാൻ ഡൈവേഴ്സ് പെറ്റീഷനിൽ ഒപ്പിടത്തില്ല എന്ന രീതിയിൽ പറഞ്ഞിരുന്നു എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ഈ പറയുന്ന അപ്പനും അമ്മയ്ക്കും ഇതിൻ്റെ അകത്ത് വല്ല പങ്കുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അപ്പനും അമ്മയ്ക്കും ഒരു പങ്കുമില്ല. ഈ അപ്പനും അമ്മയും വളരെ നിരപരാധികളാണ് എന്നാണ് ചില വിഭാഗം ഇവരുടെ നാട്ടുകാർ പറയുന്നത്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ അപ്പച്ചനും അമ്മച്ചിയും നല്ലവരായിരുന്നോ എന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. ഈ പ്രദേശത്ത് ആരും അനുഭവിച്ചത്, കാരണം ആ വീട്ടിൽ നിന്ന് നമ്മുടെയൊക്കെ വീടുകളിലുള്ള ശബ്ദം പോലും ഞങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പുള്ളിയെ നമുക്ക് വലിച്ചഴയ്ക്കാൻ ഒരു താല്പര്യം, അത് നമുക്ക് ഒരിക്കലും അത് നല്ലൊരു നിലപാടല്ല. ആര് ചെയ്ത പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനെ യോജിപ്പില്ല. യോജിപ്പില്ല. പുള്ളി സാമ്പത്തികമായിട്ട് പിന്നെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. പക്ഷേ പിന്നെ ഒരു കുറച്ചു കാലം മുമ്പ് പുള്ളിക്ക് സാമ്പത്തിക പിന്നോക്കം പോയി. പക്ഷെ എങ്കിലും ആ കാലഘട്ടത്തിലും പുള്ളി ഈ പിള്ളേരെ പഠിപ്പിച്ച് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. പുള്ളിക്ക് ടൈൽസിൻ്റെയൊക്കെ ആദ്യകാലത്ത് നമ്മുടെ ഈ മൊസൈക്ക് ഇടുന്ന പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നീട് ടൈലിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു. പുള്ളിക്കെതിരെ ചെറിയ കമന്റുകളൊക്കെ ശ്രദ്ധിക്കുക. അത് പുള്ളിയുടെ ഒരു കർക്കശ നിലപാട്, അല്ലാതെ നമുക്കൊന്നും അതിന് ഇവിടെ ആർക്കും അത് ഉന്നയിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കർക്കശക്കാരനല്ലാതെ വേറെ ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. പുള്ളി ഉള്ള കാര്യം തുറന്നു പറയും. അതാണ് പുള്ളിയുടെ ഒരു മൈൻഡ്. അതേ നമുക്ക് അറിയത്തുള്ളൂ. പുള്ളി ഉള്ള കാര്യം തുറന്നു പറയും. എന്നാൽ പുള്ളി കണ്ടാൽ ആരോടും ചിരിക്കാതെയും വിളിക്കാതെയും മിണ്ടാതെയും പോകത്തുമില്ല, പരിചയമുള്ള ഒരു മുഖമാണെങ്കിൽ. കുര്യാക്കോസ് അദ്ദേഹത്തിൻ്റെ മകളും 2 കൊച്ചുമക്കളും അതിദാരുണമായി മരണപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹം ഹൃദയം തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ഒരു ആശ്വാസ വാക്കുകളുമായി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ആരും കടന്നു വരുന്നില്ല. ഇവിടെ പറയുന്നു കർക്കശക്കാരനായിട്ടുള്ള ഒരാളാണെന്നും എന്ത് കണ്ടാലും തുറന്നു പറയുമെന്നും ഈ ചേട്ടൻ ഇവിടെ പറയുന്നു. എന്നാൽ ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കർക്കശക്കാരനായിട്ടുള്ള അപ്പച്ചനാണെന്ന് വിചാരിച്ചു. എന്നാൽ ഈ കർക്കശക്കാരനായിട്ടുള്ള അപ്പച്ചന് കൊച്ചുമക്കളോട് സ്നേഹമുണ്ടാകണോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കണ്ടേ? കാരണം ഈ പറയുന്ന ഷൈനി ഈ മക്കളെ വീട്ടിലൊന്ന് നിർത്താമോ, ഞാനും ജോലിക്ക് പോവുകയാണ്, കൊച്ചുമക്കളെ വീട്ടിലേക്ക് നിർത്താമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവിടെ നിർത്താൻ പറ്റത്തില്ലെന്ന്. ഇത് നമ്മളാരും പറഞ്ഞതല്ല, ഷൈനി ഈ പറയുന്ന കൂട്ടുകാരിക്ക് ഫോൺ വിളിച്ചതിൻ്റെ അകത്ത് പറഞ്ഞതാണ്. അമ്മയോട് ചോദിച്ചിട്ടും അമ്മ സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ നിർത്താൻ പറ്റാതിരുന്നപ്പോൾ, അവിടെ കിട്ടാതിരുന്നപ്പോഴേ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയില്ല. അതുമാത്രമല്ല, ഈ കർക്കശക്കാരനായിട്ടുള്ള ഈ അപ്പച്ചൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഒരു ഫ്രീഡമോ സ്നേഹമോ കൊടുത്തിരുന്നില്ല. അതൊക്കെ ഈ കർക്കശക്കാരനായിട്ടുള്ള അപ്പച്ചനിൽ നിന്ന് കിട്ടേണ്ടതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമുക്കും ഉണ്ടായിരുന്നു അപ്പച്ചനും ഒക്കെ. അവർക്ക് ഇങ്ങനെയുള്ള ഇതുണ്ടെങ്കിലും അവർ നമുക്ക് തരുന്ന ഒരു സ്നേഹവും ഒരു ലാളനയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ എൻ്റെ അപ്പച്ചൻ്റെ അവിടോട്ട് അമ്മച്ചിയുടെ അടുത്തോട്ട് ഓടി പോകുമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ അവർക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു. നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഇവിടെ ഈ അപ്പച്ചനിൽ അതുണ്ടായിരുന്നു എങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. അതുമാത്രവുമല്ല, ഈ ഷൈനി ജോലി ചെയ്ത സ്ഥാപനത്തിൽ അവർക്കെതിരെ ഈ അപ്പച്ചൻ പറയുകയും അവിടെ നിന്ന് ഈ ഷൈനിയുടെ ജോലി തെറിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഷൈനി ജോലി ചെയ്ത ആ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്ത ആ സ്ഥാപനമുള്ളത്.
തൊട്ടടുത്താണ്. അവിടെയാണ് ഒരു ബയോഗ്യാസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അച്ഛൻ അവിടെ വഴക്കുണ്ടാകുകയും അങ്ങനെ ഇത് പൂട്ടിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുകയും ചെയ്തത്. അവിടെ അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇവരുടെ വീടിൻ്റെ അടുത്തേക്ക് സ്മെല്ലോ കാര്യങ്ങളോ എത്തുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന ഈ കെയർ ടേക്കർ നടത്തുന്ന ഓണറിൻ്റെ ആയിരുന്നു. അവരത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ഒരു വീടിൻ്റെ അയലത്ത് കിടക്കുന്ന അവരുടെ ഒരു ഇതാണ്, അവർ കൊടുക്കും. പക്ഷെ അത് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പെങ്കൊച്ച് ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അവിടെ പോകണ്ട, നീ ഇനി അവിടെ ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിലക്കുകയും അതിനൊരു ജോലിയായിട്ട് കിട്ടിയതാണ്. കാരണം 12 വർഷത്തെ ഗ്യാപ്പുള്ള ഒരു പെൺകുട്ടിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ജോലി കിട്ടുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് വിട്ട് അതിനെ തട്ടിക്കളയാനായിട്ട് ശ്രമിച്ചു. അതുപോലെ 16,000 രൂപയോ 17,000 രൂപയോ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ഷൈനിക്ക് പിള്ളേരെ നോക്കി സുഖമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റുമായിരുന്നു. ഈ അപ്പൻ്റെയോ ആരുടെയും ഒരു പൈസ മേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. അപ്പോൾ അതും അവിടെ വെച്ച് അങ്ങ് ക്ലോസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഷൈനി പിന്നെ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാനായിട്ട് നോക്കാനാണ് ഷൈനി ഇറങ്ങിയത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാരിത്താസ് ഹോസ്പിറ്റലിലോ വേറെ എവിടെയെങ്കിലും ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന അച്ഛന്മാരും ഈ പറയുന്ന നോബിയും കൂടെ മുടക്കുകയാണ്. അങ്ങനെ ഷൈനി വളരെ ബുദ്ധിമുട്ടിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്തായിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെങ്കിൽ മരിക്കുന്നതിൻ്റെ ദിവസം വരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു, നല്ല സന്തോഷത്തോടാണ് ഇരുന്നത്. പക്ഷേ അന്ന് എന്ത് സംഭവിച്ചു എന്നാണ് ഈ പറയുന്ന ഈ ഷൈനി ജോലി ചെയ്ത സ്ഥാപനത്തിലുള്ളവർ പറയുന്നത്. എന്തായാലും അതൊന്ന് കേട്ട് നോക്കി. അത്തരത്തിൽ എന്തെങ്കിലും വഴക്കിന്റെയോ മറ്റോ ബഹളങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടൊന്നും കേട്ടിട്ടില്ല. അവിടുന്ന് ഒരു ഒച്ചയും പുറത്തോട്ട് വരാറില്ല. സ്വന്തം വീട്ടിലാവുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒരു സേഫ്റ്റി ആണല്ലോ ഉണ്ടാവേണ്ടത്. അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്താലും ജോലി കിട്ടുന്നവരെ സ്വന്തം വീട്ടിൽ പിടിച്ചു വെക്കാൻ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് ഉണ്ടായി കാണത്തില്ല. അതുകൊണ്ടാണല്ലോ ചേച്ചി അവിടുന്ന് വന്നിട്ട് 9 മാസമായ ചേച്ചി 9 മാസം വരെ പിടിച്ചു നിന്നെങ്കിൽ പിന്നെ എന്ത് പറ്റി ചേച്ചിക്ക്? ഇവിടുത്തെ അന്തേവാസികളോടൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചേച്ചീനെ. ബേസിക്കലി ആള് വളരെ ഒരു പാവമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും കൊടിയ പീഡനങ്ങൾ ഉണ്ടായിട്ടും അവിടെ സഹിച്ചു നിൽക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നത്. എന്തായിരുന്നു പറഞ്ഞത്? ഹോസ്റ്റൽ ശരിയായി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അവർ അന്ന് ഷൈനി ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഹോസ്റ്റൽ അന്വേഷിച്ച് കുട്ടികളെ ഹോസ്റ്റലിലേക്ക് മാറ്റണം, ഷൈനിക്ക് ബാദ്രയിൽ ജോലി ശരിയായിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് കുട്ടികളെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അപ്പോൾ കുട്ടികളെ എങ്ങോട്ടേക്ക് മാറ്റണം, എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാണ് അന്വേഷിച്ച് വന്നിരുന്നത്. അപ്പോൾ ഇവിടെ ഈ സിസ്റ്റർ പറയുന്നുണ്ട് വീട്ടിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന് ഈ പറയുന്ന സിസ്റ്ററിനോട് ഷൈനി പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ വിഷയങ്ങളുണ്ട്. ഈ പറയുന്ന ഷൈനിയെയും പിള്ളേരുമായിട്ടും ഈ പറയുന്ന അപ്പച്ചനും അമ്മച്ചിക്കും വിഷയങ്ങളുണ്ടായിരുന്നു. ഇവിടെ എത്ര കഷ്ടപ്പെട്ട അപ്പച്ചനായാലും എത്ര കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയ അപ്പച്ചനായാലും ഇങ്ങനെയൊക്കെ ഒരു മകള് ഭർത്താവിൻ്റെ ക്രൂരതകൾ സഹിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ മകളോട് കുറച്ചെങ്കിലും സ്നേഹം കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ സിസ്റ്റർ ബാക്കി പറയുന്നത് കേട്ടു നോക്കി. സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അപ്പോൾ മിക്കയിടത്തും ഇത് കുട്ടികൾക്ക് പ്രായത്തിൽ ചെറുതായതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യാതെ വന്നു. പക്ഷേ ഹോളിക്രോസ് സ്കൂളുകാർ അവിടെ ഒരു ഹോസ്റ്റൽ സ്ഥിരമായിട്ടില്ലെങ്കിലും അവർ സമ്മതിച്ചിരുന്നു. ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ലാസ്റ്റ് ഇട്ടിരുന്നത്. അപ്പോൾ ഈ കോൺവെൻറ്റും ഞങ്ങളുടെ വീട് അടുത്തായതുകൊണ്ട് ഞങ്ങളവിടെ അന്വേഷിച്ചപ്പം അവർ ഓൾറെഡി അത് സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്ന് പിന്നെ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കാരണം ഷൈനി എല്ലാ കാര്യങ്ങളിലും ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ആ ഒരു പ്രകോപനം എന്താണെന്ന് അറിയത്തില്ല. ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ചേച്ചി എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നോ? ഷൈനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണം എന്ന് പോലും തോന്നിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഒത്തിരി പ്രാർത്ഥനയിലൂടെയും എന്നും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുക്കുകയും അതിനു വേണ്ടിയിട്ട് ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു ശക്തിയിൽ ഇതെല്ലാം പിടിച്ച് ഇതെല്ലാം സർവേ ചെയ്യും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നിട്ടാണ് ഷൈനി അന്ന് അവിടെ നിന്ന് പോയത്. അപ്പോൾ ഇവിടെ ഇവർ പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ഷൈനിക്ക് സ്വന്തം വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിയിരുന്നു. വേറെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ നിർത്തിക്കൊണ്ട് വേറെ അടുത്ത് ജോലി നോക്കണമെന്നുള്ള ഒരു ചിന്ത ഈ പറയുന്ന ഷൈനിക്ക് ഉണ്ടായിരുന്നു. ഇനിയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന ഷൈനിയുടെ ശവസംസ്കാര ചടങ്ങിൽ ഇവരുടെ വീട്ടിൽ നിന്നും ഈ ഷൈനിയുടെ വീട്ടിൽ നിന്നും ഒരു അനിയത്തി അല്ലാതെ വേറെ ആരും പോയില്ല. ഇവർക്ക് ആ പള്ളി പോകാമായിരുന്നു. നാട്ടുകാരെല്ലാവരും പോയി ഈ പള്ളിയിലേക്ക്. ഈ പറയുന്ന ഷൈനിയെ കെട്ടിച്ചയച്ച ഷൈനിയുടെ ശവസംസ്കാരം നടക്കുന്ന ആ പള്ളിയിലേക്ക് ഈ നാട്ടുകാർ മൊത്തം പോയിട്ടും ഈ വീട്ടുകാർ പോയില്ല. അതെന്തുകൊണ്ട് അവർ പോയില്ല? എന്തുകൊണ്ട് പോയില്ല? മകളോട് കുറച്ചെങ്കിലും സ്നേഹമുള്ളവർ പോകണ്ടേ? പോയില്ലല്ലോ. അതെന്തുകൊണ്ടാണ്?
ആ ഇത് കേട്ടു നോക്കി. ഷൈനി ചേച്ചിയുടെ മരിച്ചടക്കിന് ഇവിടുന്ന് ഷൈനി ചേച്ചിയുടെ ഒരു അനിയത്തി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ഒരാൾ അനിയത്തി. അവർ വീട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും സ്വന്തം മകള് അല്ലെ സ്വന്തം പെങ്ങളുടെ മരിച്ചടക്കിന് വേറൊരാൾ ഇവിടുന്ന് പോയിട്ടില്ല. ഞങ്ങൾ അവിടെ എത്ര മക്കളാ ഷൈനി കൂടാതെ? ഷൈനി ചേച്ചി കൂടാതെ 4 പേര്, 2 ആണും 3 പെണ്ണും. അതിലൊരു അനിയത്തിയാണ് അവിടെ മരിച്ചടക്കിനുണ്ടായിരുന്നത്. ആ മകൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ വീഡിയോയിലൊക്കെ കാണാം. വേറൊരാൾ ഇവിടുന്ന് പോയിട്ടില്ല. അപ്പനോ അമ്മയോ ഒന്നും ആ ചടങ്ങിൽ ആ പള്ളിയിൽ പോകായിരുന്നു അവർക്ക്. അപ്പോൾ കൂടെ പോയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന അവിടെയുള്ള ബാക്കി മക്കള് വിദേശത്ത് ജോലി നാട്ടിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതെ, ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പോലും പള്ളിയിലെ ചടങ്ങുകൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷെ ആ ഒരു അവരാരും അച്ഛനും അമ്മയും പങ്കെടുത്തില്ല. ഇല്ല, ഒരു സഹോദരി മാത്രമാണ് സഹോദരി മാത്രമുള്ളായിരുന്നു. ഷൈനി ചേച്ചിയുടെ ഫോൺ കണ്ടുപിടിക്കണം. ആ ഫോണിൽ എന്തെങ്കിലും തെളിവുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ അത് കാണാതെ പോയത്. അപ്പം അത് ഏത് രീതിയിലാണെങ്കിലും സത്യം തെളിയണം എന്താണ്. ഇവിടെ ഷൈനിയുടെ ശവസംസ്കാരം നടക്കുന്ന സമയത്ത് പോലും ഇവർ പോയില്ല. പോകാതിരുന്നതിൻ്റെ കാരണം എന്താണ്? അതൊക്കെ ആരായാലും പൂത്തില്ലേ, ശത്രുക്കളായാൽ പോലും പോകും, പൂത്തില്ലേ. ഈ പറയുന്ന നോബയുടെ വീട്ടിൽ പോയില്ലെങ്കിലും ആ പള്ളിയിലേക്ക് പോകും. നാട്ടുകാരെല്ലാം അവിടെ ചെന്നിട്ട് പോലും ഇവരവിടെ ചെന്നില്ല എന്നാണ് ഈ പറയുന്ന സ്വന്തം വീടിൻ്റെ അടുത്ത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ പറയുന്നത്. അതുമാത്രവുമല്ല, ഈ ഷൈനി ഉപയോഗിച്ചിരുന്ന ഫോൺ ആദ്യമൊന്നും ആർക്കും കിട്ടിയില്ല. ഷൈനിയുടെ സംസ്കാരം നടക്കുന്ന സമയത്ത് ഈ ഫോൺ കാണാതായി പോയതാണ്. ഇത് മറച്ചത്, ഇത് എടുത്തു മാറ്റിയത് ഈ പറയുന്ന ജെയ്സൺ എന്ന് പറയുന്നവനാണ്. അവൻ തന്നെയാണ് ഇവരുടെ ഈ ഷൈനിയുടെയും മക്കളുടെയും ഈ മൃതശരീരങ്ങൾ നോബിക്ക് വിട്ടുകൊടുത്തതും. അതിന് അവൻ പറഞ്ഞ കുറേ ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വോയിസൊക്കെ പുറത്തു വന്നതാണ്. അവൻ വലിയ കാര്യത്തെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ ന്യായം പിടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞതാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ അവൻ തന്നെയാണ് ഈ ഒരു ഫോൺ ഒളിപ്പിച്ചതും പിന്നീട് ഷൈനിയുടെ കട്ടിലിൽ നിന്ന് ഈ ഫോൺ കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുങ്ങളെയൊക്കെ പിടിച്ച് ഒന്ന് കുടഞ്ഞാൽ മാത്രമേ സത്യങ്ങൾ വെളി വരുത്തുള്ളൂ. ഈ പറയുന്ന ഷൈനിക്ക് എന്തായാലും നീതി കിട്ടണമെന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്. ഈ പറയുന്ന ഷൈനി പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന സമയത്ത് ആ ട്രെയിൻ ഒഴിച്ചിരുന്ന കോ പൈലറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പിഞ്ചു കുഞ്ഞ് ഇവരെ പിടിച്ച് വലിച്ചിരുന്നു, മാറ്റിയിരുന്നു. അമ്മേ വേണ്ട എന്നായിരിക്കും ആ കൊച്ചു പറഞ്ഞിരുന്നത്. അമ്മേ വേണ്ട വേണ്ട എന്ന് അവരെ തടഞ്ഞതായിട്ട് ഈ പറയുന്ന കോ പൈലറ്റ് പറയുന്നുണ്ട്. അവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ആ കുഞ്ഞിന്. നമ്മൾ ആ CCTV കാണുമ്പോഴും നമുക്കറിയാം അവർ പിടിച്ചു വലിക്കുകയാണ്. കൊച്ചിന് വേണ്ടാമേ വേണ്ടാമേ പോകണ്ടാമേ എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ ആ കുഞ്ഞുങ്ങളെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. മൂത്ത കൊച്ച് അത്ര ഇല്ലെങ്കിലും പിഞ്ചു കുഞ്ഞ് ഇളയ കൊച്ച് ആ കൊച്ചു വരുന്നില്ലായിരുന്നു. ആ ഷൈനി പിടിച്ചു വലിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതേ കാര്യം തന്നെയാണ് കോ പൈലറ്റ് വെച്ച് കണ്ടത്. റെയിൽവേ ട്രാക്കിലും ഇതേ രീതി തന്നെയാണ്, പിടിച്ചു വലിക്കുകയായിരുന്നു. പോണ്ടാമേ പോണ്ട, വേണ്ടാമേ വേണ്ടാമേ എന്നുള്ള ഒരു വിളി തന്നെയായിരുന്നു ഷൈനിയുടെ ഈ ഇളയ കൊച്ചു. അപ്പോൾ ഒത്തിരി ജീവിക്കാൻ വേണ്ടി ആശിച്ച മക്കൾ, ഒത്തിരി ട്രൈ ചെയ്ത് ജീവിച്ച് എങ്ങനെയെങ്കിലും ഒരു ലെവൽ എത്തണമെന്ന് ആഗ്രഹിച്ച ഷൈനി, ഇവരെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്ത ആ അവസാന ഫോൺ വിളിച്ചതും അവസാനമായിട്ട് ഈ ഷൈനിയെ ഇത്രമാത്രം ദ്രോഹിച്ചതും ആരാണെന്നുള്ളത് പുറത്തു വരണം. എന്തിനാണ് ഷൈനി ഇത്ര പെട്ടെന്ന് പ്രകോപിതയായി ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ വെളി വരേണ്ടതായിട്ടുണ്ട്. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങളുടെ അപ്പച്ചന്മാരുടെ കുറിച്ചും അമ്മച്ചിമാരെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യണം. അത് എനിക്കൊന്ന് അറിയാനായിട്ടാണ്. ഈ പറയുന്ന ഷൈനയുടെ അപ്പച്ചനെയും അമ്മച്ചിയും പോലെ ആണോ നിങ്ങളുടെയൊക്കെ അപ്പച്ചനും അമ്മച്ചിമാരും എന്നൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.